ഹായ് എവരിവൺ, ഇന്നത്തെ നമ്മളൊരു മേക്കപ്പ് ലുക്ക് അതുപോലെ തന്നെ ഒരു ഹെയർ സ്റ്റൈലാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ല നേരം വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് തന്നെ ഞാൻ പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ളൊരു മാച്ച് ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അതൊരു ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണം. ഇനി ഒരു മേക്കപ്പ് ലുക്ക് നമുക്കൊരു ഫങ്ഷന് വേണ്ടിയിട്ട് ഒക്കെ ട്രഡീഷണൽ വെയർ കൈൻഡ് ഓഫ് ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ് ഞാൻ എടുത്തേക്കുന്നത്, ലോറിയാലിൻ്റെ കേട്ടോ. അതെടുത്തിട്ട് നന്നായിട്ട് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും പാർട്ടി ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട്, വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക, ഒന്ന് സോഫ്റ്റ് ആക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അണ്ടർ ഐസിലും ഒക്കെ ഒന്ന് നന്നായിട്ട് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഐലിഡ്സിൽ ഞാൻ ഇപ്പം തന്നെ എൻ്റെ ഐലിഡ്സ് ഞാൻ പ്രെപ്പ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതായത് നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഐസൊക്കെ നന്നായി പ്രെപ്പായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അണ്ടർ ഐസിൻ്റെ കൺസീലർ ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് സീംലെസ്ലി ബ്ലെൻഡായി. ഇനി ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കാജൽ എടുത്തിട്ടുണ്ടല്ലോ. ജസ്റ്റ് ഐലിഡ്സിൽ നമ്മൾ ഐലൈനർ അപ്ലൈ ചെയ്യുമല്ലോ, അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഗ്രീൻ ഐ ഷാഡോ, ഗ്രീൻ ഡ്രസ്സാണല്ലോ നമ്മൾ ഇട്ടേക്കുന്നത്, അപ്പോൾ ഗ്രീൻ ഐ ഷാഡോ വെച്ചിട്ട് ആ ബ്ലാക്കിൻ്റെ മേളിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് നമ്മൾ ഐ ഷാഡോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേളിലോട്ട് ഒരുപാട് പാണ്ട ഐസ് പോലെ അല്ലാണ്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇപ്പം മേളിലോട്ട് ആയി കഴിയുമ്പോൾ നമുക്കൊരു ഗ്രീനും ബ്ലാക്കും നമ്മൾ നന്നായിട്ട് മിക്സായി. ഇനി ഇതെല്ലാം കൂടി ആ ക്രീസൊക്കെ ഒന്ന് പോകാനായിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ട്രാൻസിഷൻ പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെയിം ഒരു ഗ്രീൻ ഗ്ലിറ്റർ ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, ഗ്ലിറ്റേഴ്സും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിവിടെ ഗ്രീൻ കളർ കാജലാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക്, പക്ഷേ എനിക്ക് തോന്നി ഗ്രീൻ കളർ അപ്ലൈ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഒരു മേക്കപ്പ് ലുക്കിന് കുറച്ചും കൂടി ഒരു ഭംഗി കൂടുന്നത്. നെക്സ്റ്റ് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല അമൗണ്ടിൽ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഒരു ഹൈലൈറ്ററും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, ഇനി നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാണ്. ഇത് മാക്കിൻ്റെ മെഹർ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ഷെയ്ഡാണ്. ഈ ഒരു ഔട്ട്ഫിറ്റിന്, ഈ ഒരു ഗ്രീൻ കളറിന് ഈ ഒരു പിങ്ക് ഷെയ്ഡ് നന്നായിട്ട് സൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു പൊട്ടും അപ്ലൈ ചെയ്തു. ഇനിയും ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ മുടിയെല്ലാം അഴിച്ചിട്ട് നന്നായിട്ട് ചീവി വൃത്തിയാക്കിയിട്ട് സെൻറ്റർ പാർട്ടീഷൻ എടുക്കാം. സെൻറ്റർ പാർട്ടീഷൻ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിലോട്ട് എല്ലാ മുടിയും കൂടെ പിടിച്ച് കെട്ടണം. ഓക്കെ, അതായത് നമ്മൾ 3 സ്ട്രാൻഡ് ബ്രെയ്ഡ് ചെയ്യുമല്ലോ, നോർമൽ മുടി പിന്നിടുമല്ലോ, അങ്ങനെ ചെയ്യാം. അപ്പം ഞാനും ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. മുടിയൊക്കെ നന്നായിട്ട് ചീവി ഒതുക്കിയിട്ട് നമ്മൾ മുടി എടുത്ത് 3 സ്ട്രാൻഡ് എടുത്തിട്ട് ടൈറ്റായിട്ട് നമ്മൾ ബ്രെയ്ഡ് ചെയ്യാണ്. ഓക്കെ, നല്ല ഈസിയാണ് കേട്ടോ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട്. പക്ഷെ എന്നാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ലാസ്റ്റ് ഔട്ട്കം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയാണ്. ആൻഡ് ഏതോ ഒരു ക്യാരക്ടറുമായിട്ട് റിസെമ്പിൾ ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ മുടി ഇങ്ങനെ മെടഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരികയാണ്. എനിക്ക് മുടി മെടയുന്നത് കാണാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിൽ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് കണ്ടില്ല, ഈ ഒരു നടുവിലായിട്ട് നമ്മൾ വെച്ചിട്ട് ബാക്കിയുള്ള മുടിയെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ടക്കിൻ ചെയ്തിട്ട് നമ്മൾ യൂപിൻ വെച്ചിട്ടൊക്കെ നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കും. ടൈറ്റായിട്ട് തന്നെ ചെയ്തേക്കുക, അല്ലെങ്കിൽ അത് ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ ഒക്കെ സ്കിപ്പായി പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നമ്മൾ യൂപിനൊക്കെ വെച്ച് സെറ്റ് ചെയ്യുക.
ഇനി നമ്മൾ ഒരു ഇതിപ്പോൾ കണ്ടില്ല ഇങ്ങനെ ആയിട്ടുണ്ട്, വെനസ്ഡേയുടെ പോലെ ഇല്ല. ഇനി നമ്മൾ ഹെയർ ആക്സസറി വെച്ചിട്ട് ഇങ്ങനത്തെ യൂപിൻ, നല്ല സ്റ്റോൺ സ്റ്റഡഡ് യൂപിൻ വെച്ചിട്ട് നമ്മൾ ഹെയർ സ്റ്റൈൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ആ ഒരു മെടഞ്ഞേക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഫുള്ളും ഇങ്ങനെ വെച്ചിട്ട് പൂ പോലെ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊരു പാർട്ടിക്കൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ്. ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറഞ്ഞിട്ട് സിൽവർ ഇയറിങ്സ് വെച്ചിട്ടാണ് ഞാൻ, ഓക്സിഡൈസ്ഡ് ജ്വല്ലറി വെച്ചിട്ടാണ് ഞാൻ പെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. നല്ല ഭംഗിയാണ്, നല്ല രസമാണ്, ക്യൂട്ടുമാണ്, നല്ല രസമാണ്, എലിഗൻ്റ് ആണ് ചെയ്യാനായിട്ട്. ഓക്കെ, നല്ലൊരു ഹെയർ ഡു ആണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൗൺ എന്ന് പറയുന്നത്. ഒരു ബാന്തിനി പ്രിൻ്റുള്ളൊരു ഗൗണാണ്, നല്ല ഭംഗിയുള്ളൊരു ഗൗണാണ് കേട്ടോ. ഇതിലൂടെ നമുക്ക് നെക്ക് പീസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ലവ് യു സെൽഫ്. ബൈ.